Hi students, SSLC IT മോഡൽ ക്വസ്റ്റ്യൻസിലെ ഗ്രൂപ്പ് 1-ൽ നിന്ന് വന്ന ചോദ്യങ്ങൾ ഇങ്ക്സ്കേപ്പ് ഭാഗത്തു നിന്ന് വന്ന ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ അതിലൊരു ചോദ്യം എടുക്കുകയാണ്. മുകളിൽ കാണുന്ന മാതൃകയിലുള്ളതുപോലെ ഒരു ഗ്ലോബിൻ്റെ ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഒരു വൃത്തം വരച്ച് റേഡിയൽ ഗ്രേഡിയൻ്റായി നിറം നൽകുക. ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലെ land.png എന്ന ചിത്രം ഉൾപ്പെടുത്തുക. തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഗ്ലോബ് എന്ന പേരിൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ SVG ഫയലായി സേവ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ബോർഡർ കളഞ്ഞേക്കാം. അതിനായിട്ട് ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഷോ പേജ് ബോർഡർ എന്നുള്ള ടിക്ക് മാർക്ക് ഒഴിവാക്കുക. ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഗ്ലോബിൻ്റെ ഇതാണ്. അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിന് ഇതിനകത്ത് തന്നിരിക്കുന്ന അതേ കളർ തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ട്. ഇവിടെ കുറച്ച് വൈറ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ അതേപോലത്തെ തന്നെ ഒരു കളർ ഇവിടെ കൊടുക്കുന്നു. അതിനായിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഗ്രേഡിയൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2-3 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതൊന്ന് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ് ആദ്യത്തേത്. ഇതിൽ ആദ്യത്തേത് ലിനിയർ ഗ്രേഡിയൻ്റ് ആണ്. രണ്ടാമത്തേത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആയിട്ടാണ് നിറം നൽകാൻ പറഞ്ഞത്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യുക, ഈ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാം. ഈ ഒരു പിക്ചറിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തു. അപ്പം നമുക്കിവിടെ നോക്കിയാൽ കാണാം പുറമെയാണ് നല്ല ഡാർക്ക് കളർ, ഉള്ളിൽ വൈറ്റ് പോലത്തെ ഒരു കളറാണ്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തു. ഈ ഒരു സർക്കിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ടൊരു ഡാർക്ക് കളർ കൊടുക്കുന്നു. ഇവിടെ ഉള്ളിലായിട്ട് ഈ ഒരു സ്ക്വയറിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മളൊരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. വേണമെങ്കിൽ മാറ്റണമെങ്കിൽ ഒന്നും കൂടി സർക്കിളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൃത്യമായിട്ട് ഇതേപോലെ തന്നെ ഇവിടേക്കാക്കി മാറ്റാം. വേണ്ട രീതിയിൽ ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ നോഡുകൾ വേണ്ട രീതിയിൽ ഇതാക്കിയിട്ട് നമുക്കതിൻ്റെ ഒരു കളറ് ഷെയ്ഡ് മാറ്റാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു ഗ്ലോബ് ഇവിടേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു മാപ്പ് കൊണ്ടുവരണം. അതിനായിട്ട് ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലെ land.png എന്ന ചിത്രം ഉൾപ്പെടുത്തുക. അപ്പോൾ അതിനായി ഫയലിൽ നമ്മൾ എങ്ങനെയാണ് ഇമേജ് എടുക്കാൻ നോക്കുക. ഫയലിൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെയാണ് ഇമേജ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഹോമിൽ ഇമേജസ് 10 എന്ന ഫോൾഡറിൽ land.png ഓപ്പൺ ചെയ്യാനാണ് പറഞ്ഞത്. land.png എന്നുള്ളത് സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. ഓക്കെ എന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്തു വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവെക്കുന്നു. എന്നിട്ട് ഇത് കൃത്യമായിട്ട് ഇമേജിൻ്റെ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്യാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം, ഈ ഒരു ഫയൽ രജിസ്റ്റർ നമ്പർ ഗ്ലോബ് എന്ന പേരിൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ SVG ആയിട്ട് സേവ് ചെയ്യാനാണ്. അപ്പോൾ SVG ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഒന്ന് സെലക്ട് ചെയ്ത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ആക്കുന്നു. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊരു ഇമേജായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് സേവ് ചെയ്യാനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഹോമിൽ എക്സാം 10-ൽ എന്താണോ നമ്മൾ നെയിം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുത്തു. _ഗ്ലോബ് എന്ന് കൊടുക്കുക. സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇങ്ക്സ്കേപ്പ് ഭാഗത്തെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പൂച്ചെടിയുടെ ചിത്രം ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിൽ flowers.svg എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. ഇത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് മുകളിൽ കാണുന്ന മാതൃകയിലുള്ളതുപോലെ ഒരു ചെടിച്ചട്ടി വരച്ചു ചേർക്കുക.
തയ്യാറാക്കിയ ചിത്രം PNG ഫോർമാറ്റിൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഫ്ലവേഴ്സ് എന്ന പേരിൽ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു SVG ഫോർമാറ്റിലുള്ള പിക്ചറാണ്. അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് ഫയലിൽ ഓപ്പൺ ആണ് ഉപയോഗിക്കുന്നത്. ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്തു. flowers.svg എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ചെടിച്ചട്ടിയുടെ പിക്ചർ വരയ്ക്കണം. അതിനായിട്ട് നമുക്കിവിടെ ഒരു സർക്കിളാണ് വേണ്ടത്. അതിനായിട്ട് നമ്മളിവിടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഇതിനെ ഹാഫ് സർക്കിളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് തന്നെ ഇവിടെ 2-3 ഓപ്ഷൻ കാണാം. അതിൽ സ്റ്റാർട്ട് എന്നുള്ളതിൽ 0 ആണുള്ളത്. നമ്മൾ എൻഡ് എന്നുള്ളതിൽ 180 കൊടുക്കാം. അപ്പോൾ ഈ സർക്കിൾ വരച്ച സമയത്ത് കാണുന്ന ഈ ഒരു ഓപ്ഷനിലാണ് ചെയ്യേണ്ടത്. 180 കൊടുത്താൽ ഇങ്ങനെ ഒരു ഹാഫ് സർക്കിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കളർ ഇവിടെ കൊടുക്കുക. ഒരു ഡാർക്ക് റെഡ് കളറാണ്. ഞാനതവിടെ ഡാർക്ക് റെഡ് കളറാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിനൊരു ഗ്രേഡിയൻറ്റ് ഓപ്ഷൻ വേണം. അപ്പോൾ എന്ത് ചെയ്യണം? അതിനായിട്ട് ഇത് സെലക്ട് ചെയ്തു. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രേഡിയൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാണ്. നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ലിനിയർ ഗ്രേഡിയൻ്റ് ആണ് ഉള്ളത്. അപ്പോൾ ലിനിയർ ഗ്രേഡിയൻറ്റ് കൊടുത്തിട്ട് ഇവിടെ ലൈറ്റ് കളറും ഇവിടെ ഒരു ഡാർക്ക് കളറുമാണ് വേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഗ്രേഡിയൻറ്റ് ടൂൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒന്ന് ലിനിയർ ഗ്രേഡിയൻറ്റും മറ്റേത് റേഡിയൽ ഗ്രേഡിയൻറ്റുമാണ്. ഇവിടെയുള്ള ലിനിയർ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്തു. ഒന്നും കൂടി ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ ഡാർക്ക് കളർ കൊടുക്കുക. ഈ ഒരു സർക്കിളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡാർക്ക് കളർ കൊടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നു. നമുക്കതിനെ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ സെറ്റ് ചെയ്തു. അതിന് ശേഷം കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവെക്കുക. ഇതിനെ ഒന്ന് സൈസ് നമ്മൾ ചെറുതാക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പിക്ചർ തന്ന പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രം PNG ഫോർമാറ്റിൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ നമ്പർ _flowers എന്ന പേരിലാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. അതിനായിട്ട് മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്യുന്നു. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആദ്യം തന്നെ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുക. എക്സ്പോർട്ട് ആസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഹോമിൽ എക്സാം 10ൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ അത് കൊടുത്തു _flower എന്ന് കൊടുക്കുന്നു. എന്നിട്ട് സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിവിടെ നമ്മൾ ഫയൽ നെയിം കൊടുത്തിട്ടേ ഉള്ളൂ. എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതെവിടെയുള്ള എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഒരു PNG ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ആവുകയുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. മുകളിൽ കാണുന്ന മാതൃകയിലുള്ളതുപോലെ ഒരു സ്റ്റിക്കർ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഇതിലേക്ക് ആവശ്യമായ മാസ്കിൻ്റെ ചിത്രം ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിൽ mask.png എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ചിത്രം രജിസ്റ്റർ നമ്പർ സ്റ്റിക്കർ എന്ന പേരിൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ SVG ഫയലായി സേവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഈ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഷോ പേജ് ബോർഡർ ടിക്ക് മാർക്ക് ഒഴിവാക്കുന്നു. ഇനി നമ്മൾ ആദ്യം തന്നെ ഒരു സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. ഒരു ലൈറ്റ് ഷെയ്ഡുള്ളൊരു സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ലൈറ്റ് ഷെയ്ഡ് സെലക്ട് ചെയ്തു. എന്നിട്ട് സ്ക്വയർ ഇവിടെ നമ്മൾ വരയ്ക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം അതേ കളറാണോ എന്നുള്ളത്. കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ലൈറ്റ് ഷെയ്ഡ് ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനൊരു ബോർഡർ വേണം. അതിനായിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്തു. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയുള്ള രണ്ടാമത്തെ ടാബ് സ്ട്രോക്ക് പെയിൻറ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നോ പെയിൻറ്റിനാണുള്ളത്. ഈ ഒരു ഇതിൽ നോ പെയിൻ്റ് ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഫ്ലാറ്റ് കളർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ഏത് കളറാണോ വേണ്ടത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഏത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കളറ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ വീല് സെലക്ട് ചെയ്യുന്നു.
ഇവിടെ നിന്നിട്ട് ഒരു ഡാർക്ക് ബ്ലൂ കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം സ്ട്രോക്ക് സ്റ്റൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വിഡ്ത്ത് എന്നുള്ളത് നമുക്കൊരു 2 കൊടുത്താൽ മതി. ഒരു 2 എന്നുള്ളത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. നമ്മളിതിനെ വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു മാസ്കിൻ്റെ പിക്ചർ ഇൻസേർട്ട് ചെയ്യാനാണ്. അപ്പോൾ അതിനായിട്ട് ഹോമിലെ ഇമേജസ് 10-ലാണ് mask.png എന്ന് പറഞ്ഞ ഫയലുള്ളത്. അതിങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഫയലിൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഹോമിൽ ഇമേജസ് 10-ൽ മാസ്ക് എന്ന് പറഞ്ഞ ഇമേജ് സെലക്ട് ചെയ്തു. ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഈ മാസ്ക് നമ്മളിവിടെ പിക്ചറിൽ കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലീസ് വിയർ എ മാസ്ക് എന്നുള്ള നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം. പ്ലീസ് മാസ്ക് എന്ന് ടൈപ്പ് ചെയ്തു. ഇതിനെ നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ബോൾഡൊക്കെ ആക്കി ഒന്ന് വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇതിനെ ഒന്ന് നമ്മൾ വലുതാക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഡാർക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് ഷെയ്ഡ് ആക്കിയിട്ടുണ്ട്. അല്ല, നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഏത് കളറാണോ വേണ്ടത് ആ കളർ ഒന്ന് കൊടുത്തു. അതിന് ശേഷം നമ്മളിതിനെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യുന്നു. ഇവിടെ കൊണ്ട് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് പറഞ്ഞത്. ഇനി നമ്മളോടിത് രജിസ്റ്റർ നമ്പർ _sticker എന്ന പേരിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഇത് മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്തു. അതിനെ ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷനിലൂടെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. SPG ഫയലായിട്ട് സേവ് ചെയ്യാണ്. അപ്പോൾ അതിനായി ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിൽ exam 10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ എന്താണോ അത് കൊടുത്തു. _sticker എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. സ്റ്റിക്കർ എന്ന് കൊടുത്തു. നമ്മൾ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെ വന്നിരിക്കുന്ന 4 ഗ്രൂപ്പിലെ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുൻ വർഷങ്ങളിൽ ഇങ്ക്സ്കേപ്പിലും റൈറ്ററിലും സിൻഫിഗിലും ഒക്കെ വന്ന ചോദ്യങ്ങൾ, പൈത്തണിലൊക്കെ വന്ന ചോദ്യങ്ങളും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.